വിൻസ് ഗില്ലിഗൻ ബ്രേക്കിംഗ് ബാഡ്, ബെറ്റർ കോൾ സോൾ എന്നീ രണ്ട് കിഡിലൻ സീരീസ്, IMDb ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സീരീസുകൾ എടുത്തിട്ടുള്ള മേക്കറിൻ്റെ ഏറ്റവും പുതിയ സീരീസാണ് ബ്ലൂ റിവേഴ്സ്. റിയ സീഹോണാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് എനിക്കറിയാത്ത കുറേ പേരുകളുണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഡേവ് പോട്ടറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റഡ് ബൈ സ്കിപ്പ് മക്ഡൊണാൾഡ്, ദ സെയിം എഡിറ്റർ ഓഫ് ബ്രേക്കിംഗ് ബാഡ്. ഇങ്ങനത്തെ കുറച്ച് റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡേവ് എന്ന നെയിം ബ്രേക്കിംഗ് ബാഡിൽ കണ്ടവർക്ക് അറിയാം. ഡേവ് എന്ന നെയിം യൂസ് ചെയ്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് സ്കൈലറിൻ്റെ. ആൻഡ് ഇതിനകത്ത് ആ നെയിം അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 എപ്പിസോഡുള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ അവസാനം വരുന്നത് കാണാം. അതുപോലത്തെ സംഭവമാണ്. ഞാൻ ഒറ്റയടിക്കാണെന്നാണ് രണ്ടും കണ്ടത്. ഒറ്റയടിക്ക് മീൻസ് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കണ്ടത്. പക്ഷേ പെട്ടെന്ന് ഭയങ്കര ഇവിടുത്തെ സ്ലോ പേസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം കടന്നു പോകണ പോലെ തോന്നിക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, ബ്ലൂ റിവേഴ്സ്. ദിസ് ഇസ് അവൈലബിൾ ഓൺ ആപ്പിൾ ടിവിയുടെ ഒറിജിനലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ത്രെഡ് പറയുകയാണെങ്കിൽ ഒരു അപ്പോക്കലിപ്സ്, എനിക്ക് ആ വാക്ക് എപ്പോഴും ടാങ്സിലിപ്പോൾ കെലപ്റ്റിക്കാനുള്ള ഒരു സംഭവം, ഒരു വൈറസ് ജനറേറ്റ് ആവുന്നു ഒരു എക്സ്പെരിമെൻ്റ് വഴി, ഒരു ഗിനിപ്പിഗ് എക്സ്പെരിമെൻ്റ് വഴി. ഒരു ഗിനിപ്പിഗ് ഒരാളെ ബൈറ്റ് ചെയ്യുന്നു. പിന്നീട് ആ വൈറസ് പല ആൾക്കാർ ട്രാൻസ്മിറ്റ് ആവുന്നു. പല ആൾക്കാരും ഒരു സോംബി ടൈപ്പ് ഓഫ് ഒരു റിയാക്ഷൻ, ഒരു സോംബി ടൈപ്പ് ഓഫ് പടമാണ് ഇതിന് വേണമെങ്കിൽ ആ രീതിയിലും പറയാം. അവരുടെ ഇടയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നു. ആൻഡ് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരിലൊരാളാണ് ഇതിൻ്റെ ലീഡ് റോൾ, സ്കൈലർ എന്നുള്ള ക്യാരക്ടർ. ഇവർ ആ നെയിം പോലും ബ്രേക്കിംഗ് ബാഡ് ചെയ്തെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആൽബക്കോക്കി അഗെയിൻ ഫ്രം ബ്രേക്കിംഗ് ബാഡ്, ആ സ്ഥലം ആൽബക്കോക്കി, ബെറ്റർ കോൾ സോളിനൊക്കെയുള്ള സ്ഥലം. പിന്നെ എടുത്തു പറഞ്ഞാൽ ഇതിൻ്റെ റിയ സിഹോണിൻ്റെ പെർഫോമൻസാണ് വളരെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബഡ്ജറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ നല്ലൊരു സ്കെയിലിൽ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു എക്സിസ്റ്റ് ചെയ്യണ കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ടല്ലോ, അതായത് ജീവനോടെ ബാക്കിയുള്ള ആൾക്കാർ, അവരെ കാണിക്കും. ഇന്ത്യ എന്നുള്ള ഒരു ഇന്ത്യൻസിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റികൾ ഇവർ എക്സ്പ്ലോർ ചെയ്യാനും ഈ സീരീസിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒരു റീജിയൻ വൈസുള്ള സംഭവം, പല ഏരിയകൾ, ലോകത്തുള്ള എവിടെയൊക്കെ ആളുകൾക്ക് ഇത് ബാധിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള സംഭവം അവർ വിത്തിൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ച് അവർ നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു ലിമിറ്റേഷൻ തോന്നുന്നില്ല പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് ഡിസൈൻ, ആ ഒരു സാൻഡ് സ്റ്റോം, ഒരു കാറ്റ് പാറുന്ന സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ എയർപ്ലെയിൻ, അത് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ റിവ്യൂവിൽ ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് ബ്ലൂ റിവേഴ്സിൻ്റെ വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടു നോക്കുക, ആപ്പിൾ ടിവിയിലുള്ളതാണ്. എനിവേസ്, വിൻസ് ഗില്ലിഗൻ ഒരിക്കലും ഒരു മോശം സീരീസ് എടുക്കൂല എന്ന് നമുക്കറിയാം. പിന്നെ ഇത് മിനി സീരീസാണ്. ഇനി അടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇതിൻ്റെ ഇപ്പോൾ 2 എപ്പിസോഡ് മാത്രമേ ഇറങ്ങി. ഇനി അടുത്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ ഇട്ടേക്കാം. ഇപ്പോൾ തൽക്കാലം 2 കണ്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് നല്ല എൻഡിങ് ഉണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എൻഡ് ചെയ്യാം. ഇനി ഫർദർ ഉണ്ടായാൽ നല്ലതായിരിക്കും, നല്ല അഭിപ്രായം. പക്ഷേ ഈ 2 എപ്പിസോഡിന് നല്ലൊരു എൻഡിങ് ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്നത് 2 എപ്പിസോഡ് എല്ലാം കൂടി ചേർത്തിട്ട്. 2 എപ്പിസോഡിന് ഏകദേശം 1 മണിക്കൂർ അടുത്ത് ഡ്യൂറേഷൻ വരുന്നുണ്ട്. മൊത്തം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് മൊത്തം 2 എപ്പിസോഡ്സ് എല്ലാം കൂടെ ഉണ്ട്. ഇതൊരു മിനി സീരീസ് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു എന്തെങ്കിലും പ്രോബ്ലം നടക്കുമ്പോൾ അതിനുണ്ടാകുന്ന കോസ്, അതിൻ്റെ എഫക്റ്റ്, സമൂഹത്തിൽ എങ്ങനെ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്നു, അത് ആളുകൾക്കുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ അതിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വളരെ വളരെ ഇൻറ്റൻസ് ആയൊരു ഷോട്ട്. അത് ഈ രക്തം കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം കണ്ട് തലകറങ്ങുന്നൊരു ഇത് കാണാതിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആ ഒരു സൗണ്ട് ഡിസൈൻ കൊണ്ടാവാം, ചിലപ്പോൾ ആ ഒരു കളർ ഗ്രേഡിങ് കൊണ്ടാവാം, ചിലപ്പോൾ അത് ഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയിലാവാം. ആ ഒരു ഷോട്ട് എടുക്കുന്ന രീതിയിൽ സസ്പെൻസൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു സംഭവമുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്യാമറ ട്രാക്കിങ് ചെയ്യുന്ന ഷോട്ടുകൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കണ്ടു നോക്കുക. ആപ്പിൾ ടി വിയിലുണ്ട് സംഭവം. ആപ്പിൾ ടി വിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ആപ്പിൾ ടി വി കാണാം. ഞാനങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്ലൂ റിവേഴ്സ് കണ്ടു നോക്കാം. ഫ്രം ദി മേക്കർ ഓഫ് ബ്രേക്കിംഗ് ബാഡ്, ബെറ്റർ കോൾ സോൾ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വേറെ സീരീസുകളും ഞാൻ കണ്ടിട്ടില്ല. ഐ എം യെറ്റ് ടു സീ ഹിസ് അതർ വർക്ക്സ്. ആൻഡ് ബ്ലൂ റിവേഴ്സ് കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു.
അപ്പോൾ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലൂബസ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ. ഓക്കെ ബൈ.